നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പാനിഷ് സൂപ്പർ കപ്പിൽ നടന്ന ബാഴ്സലോണ വേഴ്സസ് റയൽ മാഡ്രിഡ് മത്സരത്തിന്റെ വിശേഷങ്ങളാണ്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ശരിക്കും പറഞ്ഞാൽ സൗദിയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് അരീനയിൽ ഗോൾ മഴ തീർത്തുകൊണ്ടാണ് ബാഴ്സലോണ 5-2 റയലിനെ തോൽപ്പിച്ചത്. വെൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വിക്ടറിയാണ് ബാഴ്സ നേടിയത് എന്ന് പറയേണ്ടി വരും. ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഇന്നത്തെ കളി തുടങ്ങി 5-ാം മിനിറ്റിൽ തന്നെ എംബാപ്പയുടെ ഒരു കിടിലൻ ഗോളോടെയാണ് റയൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു സാധാരണ ഫൈനലിലേക്ക് വരുമ്പോൾ റയൽ പലപ്പോഴും ഒരു നെക്സ്റ്റ് ലെവൽ പെർഫോമൻസ് പുറത്തെടുക്കാറുണ്ട്. ഇന്നും അത് തന്നെ ആവർത്തിക്കാൻ പോകുന്നു എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഒരു ഫിനിഷിംഗ് ആയിരുന്നു. നമ്മൾ എംബാപ്പയെ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് പുള്ളി ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് പുറത്തു കൊണ്ടുവന്നത്. രണ്ടുപേരെ ഡ്രിബിൾ ചെയ്ത് പോകുന്നു, 18 യാർഡ് ബോക്സിൽ വെച്ചൊരു ടച്ച് എടുത്തുകൊണ്ട് ഒരു ബ്രില്യൻ ഫിനിഷാണ് എംബാപ്പയുടെ സൈഡിൽ നിന്ന് കണ്ടത്. 5-ാം മിനിറ്റിൽ 1-0 ലീഡ്. പക്ഷെ ആ ഒരു ലീഡ് ക്യാപിറ്റലൈസ് ചെയ്യാൻ റയലിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വരും. ബാഴ്സ പതുക്കെ കളിയിലേക്ക് തിരിച്ചു വന്നു, അവർ നന്നായിട്ട് പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആസ് എ ടീം ഒഫെൻസീവ്ലി ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു എന്ന് പറയേണ്ടി വരും. എടുത്തു പറയേണ്ട ഒരു പേരാണ് യമാലിന്റെ പേര്. പുള്ളി ഇന്ന് സ്കോർ ചെയ്തിട്ടുള്ള ആ ഒരു ഗോൾ, എൻ്റെ പൊന്നോ, കോൺഫിഡൻസ് ലെവൽ എന്നൊക്കെ പറഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ കോൺഫിഡൻസ് ആണ്. നമ്മൾ മെസ്സിയുടെ സൈഡിൽ നിന്നൊക്കെ അതുപോലത്തെ ഗോള് മുമ്പ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ റൈറ്റ് വിങ്ങിൽ നിന്ന് ഒരു ബോളുമായിട്ട് കയറി വരുന്നു, 2 പേര് പുള്ളിയെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. പക്ഷേ അവരൊക്കെ കബളിപ്പിച്ചുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡ് കോർണറിലേക്ക് ഒരു പ്ലേസ്മെന്റ് ഷോട്ട് വളരെ അനായാസമായിട്ടാണ് പുള്ളി പ്ലേസ് ചെയ്യുന്നത്. ഇപ്പോൾ കോട്വ ആ സമയത്തുണ്ട്, പക്ഷെ പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ 1-1 ബാഴ്സ കളിയിലേക്ക് തിരിച്ചു വന്നു. പിന്നെ നമ്മൾ കണ്ടത് റഫീഞ്ഞ ദ ബീസ്റ്റ് 2.0യുടെ പെർഫോമൻസ് ആണ്. എന്താണ് ഞാൻ റഫീഞ്ഞിനെ പറ്റി പറയേണ്ടത്? പുള്ളിയുടെ സ്പീഡാണോ, പ്രിസിഷൻ ആണോ, ഫിനിഷിംഗ് ആണോ, അസിസ്റ്റ് ആണോ, അങ്ങനെ പല ചോദ്യങ്ങൾ ഇന്നുണ്ട്. കാരണം ആ കൂണ്ടെ കൊടുത്തിട്ടുള്ള ക്രോസും പുള്ളിയുടെ ഫിനിഷൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവൽ ഫിനിഷാണ് നമ്മൾ കണ്ടത്. ആ ക്രോസിലുള്ള ഫോഴ്സ് മുഴുവൻ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഫിനിഷ് നമ്മൾ കണ്ടു. അതിനിടയ്ക്ക് ലെവൻഡോസ്കിയുടെ ഒരു പെനാൽറ്റി കൺവേർഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് തീരുന്നതിന് തൊട്ട് മുമ്പ് റഫീഞ്ഞ മറ്റൊരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തു കൗണ്ടർ അറ്റാക്കിൽ നിന്ന്. ഈ സമയത്ത് ബാൽദെ പുള്ളിയുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. വേണമെങ്കിൽ സാധാരണ പ്ലേയേഴ്സൊക്കെ പുറത്തു നിന്ന് തന്നെ ഷോട്ട് എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പുള്ളി അത് ചെയ്തില്ല. കൃത്യമായിട്ട് ബാൽദയെ റിലീസ് ചെയ്യുന്നു, ഒരു ടച്ച് എടുത്തുകൊണ്ട് ബാൽദെ അത് ഫിനിഷ് ചെയ്യുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് തീരുമ്പോൾ 4-1 ലീഡിലാണ് ബാഴ്സ നിന്നിരുന്നത്. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ് പെർഫോമൻസ് നമ്മൾ ബാഴ്സയുടെ സൈഡിൽ നിന്ന് കണ്ടു. റയലിൻ്റെ ഡിഫൻസിനെ പറ്റി പറയേണ്ടതുണ്ട്. ബോൾ വാച്ച് ചെയ്യുന്ന, പലപ്പോഴും സ്ലോ ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന പല പ്ലേയേഴ്സിനെയും ആ ഡിഫൻസിൽ നമ്മൾ കണ്ടു. ചൗമേനിയും മെൻഡിയും ആ ഡിഫൻസിൽ വേണ്ട രീതിയിലുള്ള പെർഫോമൻസ് കൊണ്ടുവരുന്നില്ല. റൂഡ്രിഗർ ഓക്കെ ആയിരുന്നു, പക്ഷേ ഡിഫൻസിൽ ഒരുപാട് പ്രശ്നങ്ങൾ റയലിനെ വലച്ചു എന്ന് പറഞ്ഞാൽ മതി. പലപ്പോഴും സ്ലോ ആയിട്ടുള്ള ടേൺ അറൗണ്ടും റെസ്പോൺസും ഒക്കെ കഴിയുമ്പോഴത്തേക്കും റഫീഞ്ഞ ബോളുമായിട്ട് ബോക്സിലേക്ക് എത്തിയിട്ടുണ്ടാവും. അതുപോലുള്ള ഒരുപാട് മൊമെന്റ്സ് ഇന്നുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ തന്നെ മുതലാക്കാൻ ബാഴ്സക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. പിന്നീട് സെക്കൻഡ് ഹാഫിലേക്ക് വന്നതോടെ ഞാൻ വിചാരിച്ചു റയൽ കുറച്ചെങ്കിലും ശക്തമായിട്ട് റെസ്പോണ്ട് ചെയ്യും. പക്ഷെ ഒന്നും നടന്നില്ല. 48-ാമത്തെ മിനിറ്റിൽ റഫീഞ്ഞയുടെ മറ്റൊരു ഗോൾ വരുന്നു. അതോടെ 5-1 എന്ന മൃഗീയമായിട്ടുള്ള ലീഡിലേക്ക് ബാഴ്സ എത്തിച്ചേർന്നു. അതോടെ കളി തീർന്നു എന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോഴാണ് മറ്റൊരു ട്വിസ്റ്റ് വരുന്നത്. ബേസിക്കലി എൽ ക്ലാസിക്കോയിൽ ഇതുപോലെ ട്വിസ്റ്റ് നമ്മൾ കാണാറുണ്ട്. 56-ാമത്തെ മിനിറ്റിലാണ് എംബാപ്പെ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ബോക്സിന്റെ അടുത്തേക്ക് വരുന്നത്. ഈ സമയത്ത് ഷെസ്നി ബോൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി മുമ്പോട്ട് വന്നു. ബോക്സിന് തൊട്ട് പുറത്ത് വെച്ച് പുള്ളി ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ എംബാപ്പെ ആ സമയത്തേക്കും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് ഒരു ടച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. എംബാപ്പയെ ഫൗൾ ചെയ്തു. ലാസ്റ്റ് മാൻ ആയിരുന്നു. ഓൺഫീൽഡ് റെഫറി റെഡ് കാർഡ് കൊടുത്തില്ല. പക്ഷെ വാർ ഇന്റർവ്യൂ ചെയ്തു. ഒരു ഫ്രീ കിക്കും റെഡ് കാർഡും കിട്ടുന്ന സിറ്റുവേഷൻ ഉണ്ടായി. അതോടെ ബാഴ്സ 10 മെനിലേക്ക് ചുരുങ്ങി. ഞാൻ വിചാരിച്ചു റയൽ തിരിച്ചു വരാൻ പോവുകയാണ്. അത്രയ്ക്കും ശക്തമായിട്ടുള്ള അറ്റാക്ക് വരുന്നു. ആ സമയത്ത് റോഡ്രിഗോ ഫ്രീ കിക്ക് എടുക്കുന്നു. പുള്ളി അത് സ്കോർ ചെയ്യുകയും ചെയ്യുന്നു. ഗോൾ കീപ്പറുടെ കൈ തട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ പുള്ളിക്ക് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ല.
അങ്ങനെ 5-2 എന്നുള്ള സ്കോറിലേക്ക് 56ാമത്തെ മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും റയൽ എത്തുകയാണ്. പക്ഷെ പിന്നീട് ഓൾമോയെ സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ ഫ്ലിക്ക് കൊണ്ടുവന്നു. ആ മിഡ്ഫീൽഡ് ഭയങ്കര കൺജസ്റ്റഡ് ആയി. ഒരു തരത്തിലുള്ള അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റിയും റയലിന് കൊടുക്കാതെ ബാക്ക് 5 ഉണ്ടായിരുന്നു. തൊട്ടു മുമ്പിലായിട്ട് കോമ്പാക്റ്റ് ആയിട്ടുള്ള മിഡ്ഫീൽഡേഴ്സ് നിന്നു. റയലിന് ഈ സെറ്റപ്പ് വലിയ തലവേദനയായിട്ട് മാറി എന്ന് പറയേണ്ടി വരും. ഇവിടെ വിനീഷ്യസ് ജൂനിയറിന്റെയും ബെല്ലിംഗാമിന്റെയും പെർഫോമൻസ് നമ്മൾ പറയണം. അവരെ ഒരു പരിധി വരെ മാർക്ക് ചെയ്യാൻ ബാഴ്സക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. ഇത് എന്തായാലും ബാഴ്സക്ക് നമ്മൾ ക്രെഡിറ്റ് കൊടുത്തേ മതിയാവൂ. ഒരു ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റി ഒന്നും സെക്കൻഡ് ഹാഫിന്റെ അവസാന ഘട്ടത്തിൽ റയലിന് കിട്ടിയിട്ടില്ല. 1-2 ഹാഫ് ചാൻസുകൾ ഉണ്ടായിരുന്നു, പക്ഷേ അത് കൺവേർട്ട് ചെയ്യാനും റയലിന് കഴിഞ്ഞിട്ടില്ല. ഇവിടെ മിഡ്ഫീൽഡിനെ പറ്റിയിട്ട് ഒരുപാട് പേര് കമന്റ്സിലൊക്കെ പറയുന്നത് കേട്ടു. എസ്പെഷ്യലി കമവിംഗ, മോഡ്രിച്ച്, ആ ഒരു മിഡ്ഫീൽഡ് വേണ്ട രീതിയിൽ വർക്കൗട്ട് ആകുന്നില്ല. നമുക്കറിയാം ടോണി ക്രൂസ് പോയതോടെ ഒരു വിഷണറി ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള മിഡ്ഫീൽഡ് ഓപ്ഷൻസ് വളരെ കുറവായിട്ടാണ് റയലിന്റെ സൈഡിൽ നമ്മൾ കാണുന്നത്. ലോങ് ബോൾ ഇടുന്നുണ്ട്, വിനീഷ്യസിലേക്കോ അല്ലെങ്കിൽ എംബാപ്പയേക്കോ ലോങ് ബോൾ കൊടുത്തുകൊണ്ട് അത് കൊണ്ടുപോയി സ്കോർ ചെയ്യുക എന്നുള്ള ഒരു ടാക്ടിക്കൽ അപ്രോച്ചിലേക്കാണ് ആൻസലോട്ടി ചുരുങ്ങിപ്പോയത്. അത് പലപ്പോഴും വർക്കായിരുന്നില്ല എന്നുള്ളത് ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ചാൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ ചാൻസ് റയലിന് ഉണ്ടായിരുന്നു, പക്ഷേ പല ഓപ്പർച്യൂണിറ്റികളും പുറത്തേക്ക് പോയി ടാർഗറ്റിലേക്ക് എത്തിക്കാൻ പോലും കഴിഞ്ഞില്ല. അങ്ങനെ കളി അവസാനിക്കുമ്പോൾ സൂപ്പർ കപ്പിന്റെ കിരീടം 5-2 ബാഴ്സലോണ സ്വന്തമാക്കുകയും ചെയ്തു. ഫ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. കാരണം ഡൊമസ്റ്റിക് കപ്പ് അടിക്കുന്നു, ലീഗിൽ കുറച്ച് താഴോട്ട് പോയെങ്കിലും തിരിച്ച് പഴയ രീതിയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു മിഡ്ഫീൽഡ് അല്ലെങ്കിൽ ഒഫൻസീവ് പെർഫോമൻസ് നമ്മൾ കണ്ടു. റഫീനിയൊക്കെ എൻ്റെ പൊന്നോ നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ഗ്രേഡ് ആയി എന്ന് പറയേണ്ടി വരും. ആൻസലോട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് ജനുവരി വിൻഡോ ഓപ്പൺ ആണ്. പരേസുമായി ഡിസ്കസ് ചെയ്തുകൊണ്ട് ഒന്നുകിൽ പുള്ളിക്ക് പറ്റിയ ഡിഫൻഡറെയും അല്ലെങ്കിൽ പറ്റിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള മിഡ്ഫീൽഡേഴ്സിനെയും റൈറ്റ് ബാക്കിനെയും ഒക്കെ പറ്റുമെങ്കിൽ സൈൻ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മൾ അലക്സാണ്ടർ അർണോൾഡിനൊക്കെ പേര് കേൾക്കുന്നുണ്ട്, പക്ഷേ അതേതായാലും സമ്മർ വിൻഡോയിൽ മാത്രമേ നടക്കുള്ളൂ. ഇപ്പോൾ എന്തായാലും ഈ സ്കോഡിനെ നല്ല രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് ആൻസലോട്ടിയെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലാണ്. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.